ബഡ്ജറ്റ് കൺസ്ട്രെയിൻസിന് വേണ്ടി നമ്മൾ ഈ വാട്ടർ പ്രൂഫിങ്ങിനെ ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാലക്രമേണ ബിൽഡിങ്ങിനുള്ളിൽ എന്തായാലും ചെറിയ രീതിയിൽ ഡാംനെസിന്റെ പ്രസൻസ് ഉണ്ടാവും. അത് നിങ്ങൾക്കൊരു ഇരട്ടി പണിയിലേക്ക് പിന്നെ അത് കൊണ്ടുചെന്ന് എത്തിക്കുകയുള്ളൂ. നമ്മുടെ പ്രൊജക്ട്സ് വരുന്ന സമയത്ത് ക്ലയൻസിൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ പറയാറുണ്ട്. അതേപോലെ വാട്ടർ പ്രൂഫിങ് പല സ്ഥലത്തും ചെയ്യണമെന്ന് റെക്കമെൻഡും ചെയ്യാറുണ്ട്. പക്ഷേ പല സൈറ്റുകളിലും ചിലപ്പം പെട്ടെന്ന് വർക്ക് തീർത്ത് പോകേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് അതിനെ കൊണ്ടുപോകേണ്ട സിറ്റുവേഷൻസിൽ ആകെ ടോയ്ലറ്റിന് മാത്രം വാട്ടർ പ്രൂഫ് ചെയ്യുക, ടോയ്ലറ്റിന്റെ ഫ്ലോർ മാത്രം വാട്ടർ പ്രൂഫ് ചെയ്യുക, ബാക്കിയുള്ള ഏരിയനെയൊക്കെ ലീവ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻസിൽ കാലക്രമേണ ബിൽഡിങ്ങിനുള്ളിലേക്ക് ഡാംനെസ് വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് ആർക്കിടെക്റ്റിനെയോ അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്ത ആളുകളെയോ ബ്ലെയിം ചെയ്തിട്ട് യാതൊരുവിധ കാര്യവുമില്ല. ബഡ്ജറ്റ് കൺസ്ട്രെയിൻസിന് വേണ്ടി നമ്മൾ ഈ വാട്ടർ പ്രൂഫിങ്ങിനെ ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാലക്രമേണ ബിൽഡിങ്ങിനുള്ളിൽ എന്തായാലും ചെറിയ രീതിയിൽ ഡാംനെസിന്റെ പ്രസൻസ് ഉണ്ടാവും. അത് നിങ്ങൾക്കൊരു ഇരട്ടി പണിയിലേക്ക് പിന്നെ അത് കൊണ്ടുചെന്ന് എത്തിക്കുകയുള്ളൂ. അപ്പം ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും ചെയ്ത് തന്നെ മുമ്പോട്ട് പോവുക.